സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ദ സാലറീസ് ഓഫ് പി ആൻഡ് ക്യൂ ടുഗദർ തന്നിട്ടുണ്ട്. പിൻ്റെ ക്യൂവിൻ്റെ സേവിങ്സ് തന്നിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ സാലറിയുടെ 66% പി സേവ് ചെയ്താൽ ഇൻഡിവിജ്വൽ സാലറി ക്യൂവിൻ്റെ സാലറി എത്രയാണോ അതിൻ്റെ 47% ക്യൂ സേവ് ചെയ്യും. എക്സ്പെൻഡിച്ചർ ഈസ് 1.5 ടൈംസ് ക്യൂസ് എക്സ്പെൻഡിച്ചർ. ദെൻ വാട്ട് ഇസ് റേഷ്യോ ഓഫ് പി സാലറി ടു ക്യൂ സാലറി. അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. പെർസെൻറ്റേജും റേഷ്യോയും നമ്പേഴ്സും എല്ലാം നന്നായിട്ട് പഠിക്കണം. യെസ്, അതെല്ലാം നമ്മുടെ ഓൾറെഡി പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ പിയുടെ സാലറി പി, ഇതിൻ്റെ ഒരു ആവശ്യമില്ല അത് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ പിയുടെ സാലറി പി ആണെങ്കിൽ പിയുടെ സാലറിയുടെ 64% എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ എത്ര ആയിരിക്കും പിയുടെ എക്സ്പെൻഡിച്ചർ? പിയുടെ സാലറി എത്രയാണോ അതിൻ്റെ 36%. ഈ 64%, 47% തമ്മിൽ വേറൊരു ബന്ധമില്ല. പിയുടെ 64% സേവ് ചെയ്താൽ ബാക്കി ടോട്ടൽ 100%ആണ് പിയുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതെല്ലാം പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചേ പറ്റും. അപ്പോൾ 67% എന്ത് ചെയ്യുന്നത്, അവൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 36% ആയിരിക്കും അവൻ്റെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ പിയുടെ 36% എക്സ്പെൻഡിച്ചർ, ക്യൂവിൻ്റെ 47% സേവ് ചെയ്യുന്നു. അപ്പോൾ ക്യൂവിൻ്റെ 100%. അപ്പോൾ അതിൽ നിന്നും 47 കുറച്ചാൽ ക്യൂവിൻ്റെ ആണ്. പിയുടെ ഇതുമായിട്ടൊരു ബന്ധമില്ല. ക്യൂവിൻ്റെ 100 - 47 56% എന്ത് ചെയ്യുന്നു, ക്യൂ സ്പെൻഡ് ചെയ്യുന്നു. ഈ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. പിയുടെ എക്സ്പെൻഡിച്ചർ 1.5 ടൈംസ് ക്യൂസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യൂയുടെ എക്സ്പെൻഡിച്ചർ 1 ആണെങ്കിൽ പിയുടെ എക്സ്പെൻഡിച്ചർ 1.5 ആണ്. അല്ലെങ്കിൽ ക്യൂവിൻ്റെ എക്സ്പെൻഡിച്ചർ 2 ആണെങ്കിൽ പിയുടെ എക്സ്പെൻഡിച്ചർ 3 ആണ്. ഇതാണ് 1.5 ടൈംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 1.5 ടൈംസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിന്ന് P/Q ആണ് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ ഓഫ് പി സാലറി ടു ക്യൂ സാലറി. പെർസെൻറ്റേജ് നോക്കണ്ട. 3 വെച്ചിട്ടുമ്പോൾ ഇവിടെ 12 വന്നു, 2 വെച്ചിട്ടുമ്പോൾ ഇവിടെ 28 വന്നു. P/Q 28/12 വരും. 28/12 4 വെച്ചിട്ടുമ്പോൾ 7/3 എന്ന് വരും. 7/3 7:3. ഓപ്ഷൻ 3C കൊടുക്കരുത്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതറിയാവുന്ന ഒരാളാണെങ്കിൽ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുമെന്ന് നോക്കണം. P/Q ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പിയുടെ 36% എഴുതേണ്ട ആവശ്യമില്ല. ക്യൂവിൻ്റെ 56. ഇതിൻ്റെ വാല്യൂ 3/2 12 28. വെട്ടിയൊന്നും വേണ്ട. 28/12 7:3. ഇത്ര എഴുതി എന്ത് ചെയ്യും, പോകും. ഇത് പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇത് ഒരുപാട് എഴുതിയും ചെയ്യാം, ഇതേപോലെ സിമ്പിളായിട്ടും ചെയ്യാം. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതിൻ്റെ കൂടെ ഒരു ക്ലാസ് എന്ത് ചെയ്യാം, പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ബേസ് മുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ.